ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അഖിലമിസ് ആണ്. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ആണ് വരാൻ പോകുന്നത്. അടിപൊളിയായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം. അപ്പൊ ഉറപ്പായിട്ട് ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 6ാം ക്ലാസ്സിലെ മുഴുവൻ ആളുകൾക്കും അയച്ചു കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഒബ്സർവ് ദ ഫ്രൂട്ട്സ് ഗിവൺ ബിലോ. വിച്ച് ഫ്രൂട്ട് ഈസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ ഫ്ലവർ? അല്ലെ, ഒരു പൂവിൽ നിന്നുണ്ടായിട്ടുള്ള ഫ്രൂട്ട് ഏതാന്നാ ചോദിച്ചത്. അപ്പൊ ഇവിടെ രണ്ടാൾക്കാരെ തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ, സീതപ്പഴമാണ്. മറ്റേത് നമ്മുടെ ചക്കയാണ്, അല്ലെ, ജാക്ക് ഫ്രൂട്ട് ആണ്. അപ്പൊ ഇതിനകത്ത് ഒരു സിംഗിൾ ഫ്ലവറിൽ നിന്ന്, ഒരൊറ്റ ഫ്ലവറിൽ നിന്നുണ്ടായിട്ടുള്ള ആളെന്ന് പറയുന്നത് ആര് തന്നെയാണ്? അത് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ ആണ്, അല്ലെ. കസ്റ്റാർഡ് ആപ്പിൾ അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ എന്താണ്? നമ്മുടെ സീതപ്പഴമാണ്, അല്ലെ. ഇപ്പൊ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. കാരണം സീതപ്പഴം എന്ന് പറയുന്നത് എന്തായിരുന്നു? അതൊരു അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അഥവാ പുഞ്ചഫലത്തിന് എക്സാമ്പിൾ ആയിരുന്നു. അതായത് അതിന്റെ പ്രത്യേകത, അതിനകത്തുനിന്ന് ഒരു സിംഗിൾ ഫ്ലവർ, പക്ഷെ അതിനകത്ത് ഒരുപാട് എന്തുണ്ടായിരിക്കും? ഓവറീസ് ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ സിംഗിൾ ഫ്ലവർ വിത്ത് മൾട്ടിപ്പിൾ ഓവറീസ്, ഒന്നിലധികം അണ്ടാശയമുള്ള പൂവിൽ നിന്നുണ്ടായിട്ടുള്ള ആളെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അഥവാ പുഞ്ചഫലം എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മളുടെ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത്, സീതപ്പഴം എന്ന് പറയുന്നത്. അതേസമയം ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഇൻഫ്ലോറസൻസ്, ഒരു പൂങ്കുല ഒന്നാകെയാണ് അവിടെ ഒരു സിംഗിൾ ഫ്രൂട്ട് ആയിട്ട് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറിയിരിക്കുന്നത്, അല്ലെ. അതെന്താണ്? മൾട്ടിപ്പിൾ ഫ്രൂട്ട്, സംയുക്ത ഫലത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ സിംഗിൾ ഫ്ലവറിൽ നിന്നുണ്ടായിട്ടുള്ള ഫ്രൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്നതിൽ ആര് മാത്രമാണ്? നമ്മളുടെ കസ്റ്റാർഡ് ആപ്പിൾ, അല്ലെ, സീതപ്പഴം മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. യെസ്, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? 4 സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെ, 4 സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ജാക്ക് ഫ്രൂട്ട് ആർ ഗിവൺ ബിലോ, അല്ലെ. ജാക്ക് ഫ്രൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 4 പ്രസ്താവനകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇതില് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന ഏതാണ്? താഴെ കുറെ ഓപ്ഷൻസും ഉണ്ട് നമ്മുടെ കൺഫ്യൂഷൻ ആക്കാനായിട്ട്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ വായിച്ചു നോക്കുക. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ നോക്കി, the flower that undergoes fertilization become ചക്കച്ചവിണി. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ. ബീജസങ്കലനം നടന്ന പൂവല്ല ചക്കച്ചവിണിയായിട്ട് മാറുന്നത്, അതുകൊണ്ട് അത് റോങ് ആണ്. the flower that does not undergo fertilization become ചക്കച്ചവിണി, അത് ശരിയാണ്, അല്ലെ. അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ബീജസങ്കലനം നടക്കാത്ത പൂവാണ് ചക്കച്ചവിണിയായിട്ട് മാറുന്നത്. അപ്പൊ അതിലൊരു തീരുമാനമായി. അടുത്ത നോക്കി, the flower that does not undergo fertilization become ചക്കച്ചുള, അല്ലെ. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ആളല്ല ചക്കച്ചുളയായിട്ട് മാറുന്നത്, അതുകൊണ്ട് അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. the flower that undergoes fertilization become ചക്കച്ചുള, അത് കറക്റ്റ് ആണ്, അല്ലെ. അതായത് ബീജസങ്കലനം നടന്നിട്ടുള്ള ഫ്ലവർ ആണ് നമ്മൾ ഈ പറയുന്ന ചക്കച്ചുളയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെയും 4ാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കോ. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെ. അതിൽ 2ഉം 4ഉം ശരി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാ 4ാമത്തെ ഓപ്ഷനിൽ മാത്രമാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ഇതാ താഴെയുള്ളതാണ്. അല്ലാതെ ഇത് നോക്കി നമ്മൾ 2, 4 എന്ന് എഴുതരുത്. ഇവിടെ ഇതാ സെപ്പറേറ്റ് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട്, അല്ലെ. ആ കാർട്ടൂണിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം നമുക്ക്. എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഒരു ആനയെ നോക്കിക്കൊണ്ട് ഒരു കൊതുക് പറയാണ്, എന്ത് വലിയ കോശങ്ങളാണ് ഈ ആനയ്ക്ക്, അല്ലെ. ഹൗ ബിഗ് വിൽ ബി ഹിസ് സെൽസ് എന്ന് അതിശയപ്പെടുകയാണ്. നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരിക്കലും ഇതിനോട് എന്ത് ചെയ്യാൻ പറ്റില്ല? യോജിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ഓർഗാനിസം തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. കാരണം എന്ന് പറയുന്നത് എന്താണ്? ദ ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ ഓർഗാനിസം ഈസ് ഓൾസോ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്, അല്ലെ. കോശങ്ങളിലുള്ള എണ്ണത്തിന്റെ വ്യത്യാസമാണ്, സെൽസിന്റെ നമ്പേഴ്സിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്ന രീതിയിൽ എന്തിനുള്ള കാരണം? വലുപ്പ വ്യത്യാസത്തിനുള്ള കാരണം. അല്ലാതെ എന്തല്ല, കോശങ്ങളുടെ വലുപ്പ വ്യത്യാസമല്ല. സെല്ല് വലുതാവുന്നതല്ല, പകരം സെല്ല് എന്താവുന്നതാണ്? എണ്ണം കൂടുന്നതാണ്, കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. മറക്കാതെ ആ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്തൊരു ചോദ്യം ഉണ്ട്. എന്താണെന്നറിയോ ചോദ്യം? എന്താ നോക്കിക്കോളൂ. Yes, observe the following tables. Is there any organism that cannot be included in the list? Which are they? അപ്പൊ ഇതിന്റെ ഹെഡിങ് എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികളുടെ ഒരു പട്ടികയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരെങ്കിലും ഉൾക്കൊള്ളാത്തവരുണ്ടോ എന്നാ ചോദിച്ചത്. നോക്കിയേ നിങ്ങൾ, അമീബ, ബാക്ടീരിയ, ആൻഡ്, ലൗസ്, പാരമീസിയം, യുഗ്ലീന, അല്ലെ. അമീബ, ബാക്ടീരിയ, ഉറുമ്പ്,
പാരമീസിയം ആൻഡ് യൂക്ലീൻ. അപ്പൊ നമുക്കറിയാം യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരൊറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ, ഏകകോശ ജീവികളാണ്. അവരെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് കാണാനൊന്നും പറ്റില്ല. അതേസമയം ഈ തന്നിരിക്കുന്ന ആളുകളിൽ നിങ്ങൾ നോക്കിയേ, ആൻഡും ലൗസും അല്ലെ, നമ്മുടെ ഉറുമ്പും പാനും, ഇവരെ രണ്ടുപേരെയും നമുക്ക് നോക്കിയാൽ കാണുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഇവരൊക്കെ എന്താണ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ അവരെ എന്ത് ചെയ്തു, നമ്മൾ അവരെ മാറ്റിയതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഈ രീതിയിൽ നമ്മൾ എഴുതാൻ വേണം. അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. ഡ്രോ ദ ഡയഗ്രാം ഓഫ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. അല്ലെ, ഏതെങ്കിലും ഒരു ഏകകോശ ജീവിയുടെ ചിത്രം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പേര് നമ്മൾ എഴുതണം. അപ്പൊ 3 ഏകകോശ ജീവികളുടെ ചിത്രങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വരയ്ക്കാനും പഠിക്കണം. ചിലപ്പോൾ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുക. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഒന്നാമത് ഇവിടെ നമ്മൾ കാണുന്നത് ആരെയാണ്? യെസ്, ഈ ഒരു ഏകകോശ ജീവി പാരമീസിയം എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, ഒരു ഏകകോശ ജീവിയാണ് അല്ലെ. അപ്പൊ ഇത് വരയ്ക്കാനൊക്കെ എളുപ്പമാണ് നമുക്ക് അല്ലെ. അമീബയാണ് അതിനേക്കാൾ എളുപ്പം. അപ്പൊ അമീബേനെ ഒന്ന് എന്ത് ചെയ്യാ, ഓർത്തു വെക്കുക, ഒന്ന് വരച്ച് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. കാരണം നമുക്ക് ചിലപ്പം എന്താണ്, വരയ്ക്കാൻ ഇപ്പൊ തന്നതുപോലെ വരയ്ക്കാനും ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനും പറയും. അപ്പൊ 2 രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇത് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ മക്കളെ, നമ്മുടെ 6ാം ക്ലാസ്സിന്റെ വജ്ര ബാച്ചിലെ എൻ ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് ആനുവൽ എക്സാമിലേക്ക് വേണ്ട കംപ്ലീറ്റ് ചാപ്റ്ററും തുടക്കം മുതലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്ത് സെറ്റ് ആക്കി പോകണം. സിലബസ് ഒക്കെ മാറിയതാണ്. അപ്പൊ നമ്മുടെ എക്സാം എല്ലാവരും തകൃതിയായിട്ട് എഴുതാടാ. തകൃതിയായിട്ട് എഴുതി വന്നതിന് ശേഷം നമ്മുടെ എൻ ഗെയിം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ മറക്കേണ്ട, 6ാം ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.